മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनमते हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भावहे शुम्भध्वंसिनि संहरा सुदुरितं दुर्गे നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ സുരസ മഹാരാജാവ് രാജ്യം ഒക്കെ നഷ്ടപ്പെട്ട് ആശ്രമത്തിൽ ഒറ്റയ്ക്ക് വന്ന് ആശ്രമത്തിൽ സന്യാസിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, വനത്തിൽ വന്ന് ആശ്രമത്തിലെത്തി അവിടെ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു വൈശ്യനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. കണ്ടുമുട്ടാനിടയായി. അപ്പം ആ വൈശ്യനോട് എന്താണ് ഇവിടെ വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അങ്ങ് ആരാണ്, എന്താണ് ഇവിടെ വരാൻ, ഈ കാട്ടിൽ വരാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അതിന് വൈശ്യൻ മറുപടി പറയണതാണ് ഇനി പറയുന്നത്. അപ്പോൾ രാജാവ് അവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള സമയത്ത് പല വിചാരങ്ങളും അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. രാജ്യം എങ്ങനെ ഇരിക്കും, അവർ മര്യാദയ്ക്ക് ഭരിക്കുന്നുണ്ടായിരിക്കുമോ? ഇപ്പോൾ ഉടമസ്ഥന്മാരൊക്കെ വേറെയാണല്ലോ, വേറെ രാജാക്കന്മാരാണുള്ളത്. അപ്പോൾ അവരൊക്കെ വേണ്ട പോലെ പ്രജകളെ നോക്കണുണ്ടായിരിക്കുമോ? എൻ്റെ പ്രജകൾക്ക് എങ്ങനെ കഷ്ടപ്പാടുണ്ടാവുണ്ടോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിചാരങ്ങൾ രാജാവിന് ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല ചിന്തകളും. രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു, കാട്ടിലേക്ക് വന്നു എന്ന് വെച്ചാലും ആ സ്വതേ ആ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിലുള്ളതായിട്ടുള്ള തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ചും ഒക്കെ ഉള്ളതായിട്ടുള്ള ചിന്തകൾ രാജാവിനെ മതിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതാണ് പറയണത്. ആ ഏതച്ച അന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസ. ഏതച്ച അന്യച്ച, ഏതദ് ച അന്യച്ച, ഇതും, അതായത് നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങള്, രാജ്യം എങ്ങനെ ഇരിക്കും, എൻ്റെ ആനയ്ക്ക് സുഖം തന്നെയായിരിക്കുമോ, എൻ്റെ പ്രജകളെ ഇവർ വേണ്ടവരെ നോക്കുന്നുണ്ടാവുമോ, കോശം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്തകൾ രാജാവിനുണ്ടായിരുന്നു. അതാണ് ഏതദ് ച, ഇപ്രകാരം പറഞ്ഞതും. അന്യച്ച, അതുപോലെയുള്ള വേറെ പല ചിന്തകളും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ചിന്തിച്ചും കൊണ്ട് ഇരി സതതം, എല്ലായ്പ്പോഴും, ചിന്തയാമാസ പാർത്ഥിവ, രാജാവ് വിചാരിച്ചും കൊണ്ടിരുന്നു. ചിന്തയാമാസ, വിചാരിച്ചു. തത്ര, ആ സമയത്ത് അതിനിടയിൽ, തത്ര, അവിടെ, ആ ആശ്രമത്തിന്റെ സമീപത്തായിട്ട്, വിപ്രാശ്രമ അഭ്യാസേ, ആ വിപ്രന്റെ ആശ്രമത്തിന്റെ അഭ്യാസയെ സമീപത്തായി. വിപ്രന്റെ ആശ്രമം, വിപ്രഞ്ച ബ്രാഹ്മണൻ, അദ്ദേഹം താമസിച്ചിരുന്നതായിട്ടുള്ള സന്യാസിയുടെ ആശ്രമം, ആ ആശ്രമത്തിന്റെ അഭ്യാസയെ സമീപത്തായി. വൈശ്യം ഏകം ദദർശ സഹ, സഹ, ആ രാജാവ് ഏകം വൈശ്യം ദദർശ, ഒരു വൈശ്യനെ കണ്ടു എന്നാണ്. വൈശ്യനായിട്ടുള്ള ഒരുവനെ കണ്ടു, ദദർശ, കണ്ടു എന്നാണ്. ഇനി സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുശ്ചാഗമനേത്ര കഃ സചോക ഇവ കസ്മാത്വം ദുർമനാ ഇവ ലക്ഷ്യസേ. ആ വൈശ്യനെ കണ്ടപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, സപൃഷ്ട തേന, തേന പൃഷ്ട, അദ്ദേഹത്തിനാൽ ചോദിക്കപ്പെട്ടതായ, പൃഷ്ട ചോദിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥം. അതായത് രാജാവ് വൈശ്യനോട് ചോദിച്ചു എന്നുള്ളതാണ്. സഹ തേന പൃഷ്ട, തേന രാജാവിനാൽ, ആ രാജാവിനാൽ, പൃഷ്ട ചോദിക്കപ്പെട്ടതായ, സഹ എന്താണ് ചോദിച്ചത് രാജാവ്? കസ്ത്വം ഭോ, ഭോ എന്നുള്ളതൊരു സംബോധന ക്രമാണ്. കസ്ത്വം, കഹ ത്വം, നീ ആരാണ്, നിങ്ങൾ ആരാണ്, കഹ ത്വം, നിങ്ങൾ ആരാണ്, ഹേതുശ്ചാഗമനെ അത്ര കഹ, അത്ര ആഗമനെ, അത്ര വെച്ചാൽ ഇവിടെ, ഇവിടെ ആഗമനെ വന്നതിൽ, കഹ ഹേതുഹു, കാരണം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ വരാൻ കാരണം എന്താണ്, അത്ര ആഗമനെ, ഇവിടെ വരുന്നതിന്, കഹ ഹേതുഹു, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചു. സശോക ഇവ കസ്മാത് ത്വം ദുർമനായിവ ലക്ഷ്യസേ. സശോക ഇവ, അങ്ങ് ദുഃഖമുള്ളത് പോലെ തോന്നിക്കുന്നുണ്ടല്ലോ, ലക്ഷ്യസേ കാണപ്പെടുന്നു, ദുർമനായിവ ലക്ഷ്യസേ, അങ്ങ് ലക്ഷ്യസേ കാണപ്പെടുന്നു, തോന്നിക്കപ്പെടുന്നു. എന്താണ് തോന്നിക്കുന്നത്? സശോക ഇവ, എന്തോ കാര്യമായിട്ടുള്ള ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടാല് എന്നുള്ളതാണ്. സശോകൈവ കസ്മാത്, എന്താണ് അതിന് കാരണം, അങ്ങ് കണ്ടാൽ ദുഃഖിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ, കസ്മാത്, അതിന് എന്താണ് കാരണം, കസ്മാത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിക്കുന്നത്?
ത്വം ദുർമനായിവ ലക്ഷ്യസേ, അങ്ങ് ദുർമനാഹ ഇവ, വല്ലാതെ കണ്ട് മനസ്സിന് പീഡ ഉള്ളതായിട്ട്, വിഷമം, ദുഃഖം ഉള്ളതായിട്ട്, ദുർമനാഹ ഇവ, മനസ്സിന് വിഷമം ഉള്ളതുപോലെ തോന്നിക്കുന്നുണ്ടല്ലോ എന്ന് രാജാവ് ചോദിച്ചു. ഇത്യാകർണ്യ വചസ്തസ്യ ഭൂപതേ പ്രണയോദിതം പ്രത്യുവാച സതം വൈശ്യ പ്രശ്രയാവനതോ നൃപം. പ്രത്യുവാച സതം വൈശ്യം സഹ തം വൈശ്യ പ്രത്യുവാച സഹ തം വൈശ്യ, ആ രാജാവിനോട് സഹ വൈശ്യ, ആ വൈശ്യൻ പ്രത്യുവാച മറുപടി പറഞ്ഞു. ഇത്യാകർണ്യ വചസ്തസ്യ, ഇതി ആകർണ്യ വചഃ തസ്യ, ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ആരുടെ വാക്കുകൾ? രാജാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, വചഃ തസ്യ, തസ്യ വചഃ ആകർണ്യ, ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ആരുടെ വാക്കുകളാണ്? ഭൂപതേഹേ, രാജാവിൻ്റെ, ഭൂപതി രാജാവ്, ഭൂപതേഹേ രാജാവിൻ്റെ പ്രണയോദിതം, പ്രണയം കൊണ്ട് ഉണ്ടായതായ, സ്നേഹം കൊണ്ട് ഉണ്ടായതായ വാക്കുകൾ. കാര്യമായിട്ടാണ് ചോദിച്ചത്, വളരെ സ്നേഹമായിട്ട്. നിങ്ങൾക്ക് കണ്ട വല്ലാണ്ട് ദുഃഖമുണ്ട് തോന്നുന്നുണ്ടല്ലോ, എന്താണ് ഇവിടെ വരാൻ കാരണം, എന്താണ് ദുഃഖത്തിന് കാരണം എന്നൊക്കെ ചോദിച്ചു. വളരെ സ്നേഹത്തോടു കൂടി, പ്രണയോദിതം, പ്രണയം കൊണ്ട് ഉദിതമായ, ഉണ്ടായതായ, സ്നേഹം കൊണ്ടുണ്ടായതായ ആ വാക്കുകൾ കേട്ടിട്ട്, പ്രത്യുവാച തം, സഹ വൈശ്യ, ആ വൈശ്യൻ, തം പ്രത്യുവാച, അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ആ പ്രത്യുവാച എന്നാണ് അത് വേണ്ടത്. പ്രശ്രയാവനതോ നൃപം, പ്രശ്രയാവനത, വിനയത്തോടുകൂടി കുമ്പിട്ടുകൊണ്ട്, അവനത കുമ്പിട്ടുകൊണ്ട്, പ്രശ്രയം വിനയം കൊണ്ട് കുമ്പിട്ടുകൊണ്ട് ആ വൈശ്യൻ മറുപടി പറഞ്ഞു. രാജാവ് വളരെ സ്നേഹമായിട്ട് ചോദിച്ചപ്പോൾ വൈശ്യനും വളരെ വിനയം തോന്നി. അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയിട്ട് പ്രത്യുവാച മറുപടി പറഞ്ഞു എന്നാണ്. ഈ വൈശ്യൻ എന്താണ് പറഞ്ഞത് എന്ന് പറയണു. സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോഭാദ സാധുഭി. വൈശ്യൻ മറുപടി പറഞ്ഞു. സമാധിർനാമ വൈശ്യ അഹം സമാധി നാമ വൈശ്യ, ഞാൻ സമാധി എന്നു പേരായിട്ടുള്ള ഒരു വൈശ്യനാണ്. എൻ്റെ പേര് സമാധി എന്നാണ്, ഞാനൊരു വൈശ്യനാണ്. സമാധി എന്നു പേരായ വൈശ്യനാണ് ഞാൻ. ഉത്പന്ന ധനിനാം കുലേ, ധന്യാം കുലേ ഉത്പന്ന, ഞാൻ നല്ല സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ധനിനാം കുലേ, ധനികളുടെ, ധനം ധാരാളമുള്ളതായിട്ടുള്ള ഒരു കുലത്തിൽ ആണ് ഞാൻ ജനിച്ചത്. കുടുംബത്തിൽ നല്ലോണം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. ധനിനാം കുലേ ഉത്പന്ന, ഞാൻ നല്ല ധനികയായിട്ടുള്ള ആളുകളുടെ കുലത്തിലാണ് ജനിച്ചത്. നല്ല സമ്പത്തുള്ള കുലത്തിൽ തന്നെയാണ് ജനിച്ചത്. ഇനി പുത്രധാരൈഹി നിരസ്തശ്ച, പുത്രന്മാരാലും ധാരങ്ങളാലും, ധാരങ്ങൾ വെച്ചാൽ ഭാര്യ, ധാരങ്ങളെന്ന് ബഹുവചനായിട്ടേ പ്രയോഗിക്കുള്ളൂ. എന്ന് വെച്ചാലും ഒരു ഭാര്യയാണെങ്കിലും ബഹുവചനായിട്ടേ, ആ ധാരശബ്ദത്തിന് അങ്ങനെ ഒരു വിശേഷമുണ്ട്. അത് ബഹുവചനത്തിൽ മാത്രമേ പ്രയോഗിക്കുള്ളൂ എന്നുള്ളത്. പുത്രധാരൈഹി, പുത്രന്മാരാലും പത്നിയാലും ഉപേക്ഷിക്കപ്പെട്ട, നിരസ്ത, പുറന്തള്ളപ്പെട്ടു, നിരസ്തനായി ഞാൻ, അവരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പുത്രധാരൈഹി നിരസ്ത ച, അവരാൽ ഒക്കെ നിരസിക്കപ്പെട്ടു. ധനലോഭാത് അസാധുഭിഹി, ധനലോഭാത്, എന്തിനാണ് അവരെന്നെ തള്ളിയത്? ധനലോഭാത്, എൻ്റെ ആ സമ്പത്ത് മുഴുവനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിലുള്ളതായിട്ട് അത്യാഗ്രഹം കൊണ്ട്, അതായത് ഞാൻ ആ സമ്പത്തൊക്കെ വേറെ എന്തെങ്കിലും തരത്തിൽ ചിലവാക്കിയാലോ എന്നൊക്കെ പേടിച്ച് ആ മക്കളെ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. മക്കളും ഭാര്യയും ഒക്കെ കൂടിയിട്ട് എന്നെ പറഞ്ഞയച്ചു. ഞാൻ നല്ല സമ്പത്തുള്ള കുലത്തിൽ തന്നെയാണ്, സമ്പത്തൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി അതൊക്കെ അവർക്ക് തന്നെ കിട്ടൂലോ എന്നുള്ള നിലയിൽ ആ ധനലോഭം കൊണ്ട് അവരെന്നെ തള്ളിപ്പറഞ്ഞയച്ചു എന്നാണ്. ധനലോഭാത് അസാധുഭിഹി, അസാധുക്കളാണ്, സജ്ജനങ്ങളല്ല. അതുകൊണ്ടാണല്ലോ, ദുഷ്ടന്മാരായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ആ അസാധുക്കളായ, സാധുക്കളല്ലാത്ത ആ പുത്രന്മാരും ഭാര്യയും കൂടിയിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇനി വിഹീനസ്വജനൈർധാരൈഹി പുത്രൈരാദായ മേധനം വനം അഭ്യാഗതോ ദുഃഖീ നിരസ്തശ്ച ആപ്തബന്ധുഭി. ഇനി വിഹീന സ്വജനൈഹി ധാരൈഹി, സ്വജനങ്ങളും ധാരങ്ങളും പത്നിയും ഒക്കെ ഉപേക്ഷിച്ച്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. നിരസ്ത, നിരസിക്കപ്പെട്ടവനായി. നിരസ്ത സ്വജനൈഹി ധാരൈഹി, സ്വജനങ്ങളാലും പത്നിയാലും ഉപേക്ഷിക്കപ്പെട്ടവനായി. വിഹീന, ഇല്ലാവരോടൊന്നും കൂടാതെ കണ്ട്, അവരൊന്നും ഇല്ലാണ്ടേയി എന്നുള്ളതാണ്. പുത്രൈഹി, ആ പുത്രന്മാരും പോയി. ആദായ മേധനം, എങ്ങനെയാണ് എൻ്റെ ധനമൊക്കെ അവരെടുത്തു,
എൻ്റെ ധനമൊക്കെ എടുത്ത് ആദായ സ്വീകരിച്ചിട്ട് അവർ ആ ധനമൊക്കെ എടുത്തിട്ട് അവരെ കൈക്കലാക്കിയിട്ട് എന്നെ പറഞ്ഞയച്ചു എന്നാണ്. പുത്രന്മാരും ഭാര്യയും ബാക്കി സുജനങ്ങളും ഒക്കെ കൂടിയിട്ട് എന്നെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. വനം അഭ്യാഗത ദുഃഖീ, എന്നിട്ട് ദുഃഖിയായിട്ട് ദുഃഖത്തോടു കൂടി എല്ലാവരും പറഞ്ഞയച്ചതല്ലായിട്ട് ദുഃഖത്തോടു കൂടി വനം അഭ്യാഗത, ഞാൻ ഈ കാട്ടിലേക്ക് വന്നു. വനം അഭ്യാഗത, വനത്തിലേക്ക് അഭ്യാഗതനായി വനത്തിലേക്ക് നേരിട്ട് വന്നു എന്നുള്ളതാണ്. നിരസ്തശ്ച ആപ്തബന്ധുഭി, ആപ്തബന്ധുഭി, ഇനി പുത്രന്മാരും ഭാര്യയൊക്കെ പോയി എന്ന് വെച്ചാൽ ബാക്കി ബന്ധുക്കളില്ലേ എന്ന് ചോദിച്ചാൽ അവരും എന്നെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. നിരസ്തശ്ച ആപ്തബന്ധുഭി, ആപ്തന്മാരായിട്ടുള്ള വിശ്വസ്തന്മാരായിട്ടുണ്ടായിരുന്നതായ ബന്ധുക്കളും എന്നെ ഉപേക്ഷിച്ചു, നിരസിച്ചു. നിരസ്തശ്ച ആത്മബന്ധുഭി, ആത്മബന്ധുക്കളാലും ആപ്തബന്ധുഭി, ആപ്തന്മാരായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് ഞാൻ ഈ കാട്ടിലേക്ക് പോന്നു എന്നാണ്. സോഹം ന വേദ്മിപുത്രാണം കുശലാകുശലാത്മികം പ്രവൃത്തിം സുജനാനാം ച ധാരാണം ച അത്ര സംസ്ഥിത. അത്ര സംസ്ഥിത, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ കാട്ടിലാണ് ഞാൻ. പക്ഷെ എനിക്ക് അറിയണില്ല എന്നുള്ളതാണ്, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഈ കാട്ടിലായതുകൊണ്ട് അവരൊക്കെ എങ്ങനെ കഴിയണാവോ എന്നുള്ള വിചാരമാണെന്നാണ്. സോഹം, അപ്രകാരം അത്ര സംസ്ഥിത, ഇവിടെ വർത്തിക്കുന്നതായിട്ടുള്ള ഞാൻ, ഇവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള ഞാൻ, ന വേദ്മി, അറിയുന്നില്ല, എനിക്ക് അറിയാൻ പറ്റണില്ല. എന്ത്? പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം, പുത്രന്മാരുടെ കുശലാകുശലാത്മികാം, കുശലത്തെക്കുറിച്ചും അകുശലത്തെക്കുറിച്ചുമുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ, അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യണാവോ, എങ്ങനെയാണ് ജീവിക്കണതാവോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിചാരം എനിക്കുണ്ടാവണു. അവർക്ക് നല്ലതാണോ, അതോ എന്നെ പറഞ്ഞയച്ചു കാര്യം ചെയ്യുന്നാൽ അവർക്ക് നന്നായിട്ടുണ്ടോ, അതോ ഇപ്പോഴും അവരെ ബുദ്ധിമുട്ടിയിട്ടാണോ കഴിയണത്, അവർക്കും അതൊന്നും അനുഭവിക്കാതെ വേണ്ടി വരുന്നുണ്ടോ എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് എന്നുള്ളതാണ്. അതായത് തന്നെ പറഞ്ഞയച്ചു എന്നുണ്ടെങ്കിലും അവരുടെ നന്മയെക്കുറിച്ചുള്ളതായിട്ടുള്ള വിചാരം പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അവരെങ്ങനെയൊക്കെയാണാവോ കഴിയണത് എന്നുള്ളതായിട്ടുള്ള ചിന്ത തുടർന്നുകൊണ്ടിരിക്കുന്നു. കുശലാത്മികാം പ്രവൃത്തി, കുശലത്തെക്കുറിച്ചും അകുശലത്തെക്കുറിച്ചും ഉള്ളതായിട്ടുള്ള പ്രവൃത്തികൾ, അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സുജനാനാം ച, അവരുടെ കാര്യങ്ങളും സുജനങ്ങളുടെ ബാക്കി വേണ്ടപ്പെട്ട ആളുകളൊക്കെ എങ്ങനെയാണാവോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിചാരം. ധാരാണാം ചാത്ര ധാരാണാം, ധാരങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെ എങ്ങനെ കഴിയണു എന്നുള്ളതായിട്ടുള്ള ആ വിചാരം എനിക്ക് ഇവിടെ ഇരുന്നാലും ഉണ്ടാവുന്നുണ്ട്. അത്ര സംസ്ഥിത, ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ആ വിചാരങ്ങളൊന്നും വിട്ടുപോണില്ല, അവരെ കുറിച്ചുള്ളതായിട്ടുള്ള വിചാരം വിട്ടുപോണില്ല എന്ന് അവസാനത്തിൽ പറയുകയാണ്. അതായത് അതെനിക്ക് അവിടുന്നൊക്കെ അവരൊക്കെ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു, പുറത്തേക്കാക്കി എന്നുണ്ടെങ്കിലും അവരുടെ നന്മയെക്കുറിച്ചുള്ളതായിട്ടുള്ള വിചാരം എനിക്ക് പിന്നെ ആ സ്നേഹബന്ധം വിടുന്നില്ല, അവരോടുള്ളതായിട്ടുള്ള ആ സ്നേഹപാശം വിടുന്നില്ല എന്നുള്ളതായിട്ടുള്ള, അതുകൊണ്ടുള്ളതായിട്ടുള്ളൊരു ദുഃഖം ആണ് ഉണ്ടാവണത് എന്ന് രാജാവിനോട് വൈശ്യൻ പറഞ്ഞു എന്നാണ്. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ലളിതാംബികായൈ നമഃ.